അതായത് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഓരോരുത്തരും അവരുടെ സബ്ജക്റ്റീവായ വ്യക്തിനിഷ്ഠമായ അഭിപ്രായം പറഞ്ഞു. നമ്മളൊരു വിഷയത്തിൽ അതിന്റെ ശരി എന്താണെന്ന് നോക്കാൻ വസ്തുനിഷ്ഠമായ ഗവേഷണ പഠനങ്ങൾ അല്ലെങ്കിൽ ശാസ്ത്രീയമായി അതിന്റെ അവസ്ഥ എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഈ ഒരു ഫാഷൻ ഇൻഡസ്ട്രിയിൽ നമ്മൾ ഏതെങ്കിലും പാശ്ചാത്യനാണോ അല്ലെങ്കിൽ ഏത് സംസ്കാരമാണ്, അതൊന്നും നമ്മൾ ഏത് സംസ്കാരത്തിലാണെങ്കിലും ശരിയുള്ളത് നമുക്ക് എടുക്കാം, തെറ്റായത് നമുക്ക് ഒഴിവാക്കാം, അത്രേ ഉള്ളൂ. ഇവിടെ നമുക്കത് ശരിയാണോ തെറ്റാണോ അല്ലെങ്കിൽ സമൂഹത്തിന് അതിൽ എന്തെങ്കിലും ഹാം ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ ഈ ഫാഷൻ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ചും ഈ സൗന്ദര്യ മത്സരങ്ങൾ, അതേപോലെ തന്നെ പരസ്യങ്ങളിലാകട്ടെ, അവിടെ പലപ്പോഴും ഒറ്റ കാര്യം, അതൊന്ന് പൂർത്തിയാകട്ടെ ഞാൻ പറഞ്ഞു. ഇവിടെ ഈ സൗന്ദര്യ മത്സരങ്ങളിലൊക്കെ പലപ്പോഴും സ്ത്രീയുടെ ശരീരം അത് പ്രദർശിപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. ഇത് ഞാൻ വെറുതെ പറയുന്നല്ല, മറിച്ച് വളരെ കൃത്യമായി ഈ വിഷയത്തിൽ അക്കാദമികമായി പഠിച്ചിട്ടുള്ള റാഡിക്കൽ ഫെമിനിസ്റ്റുകളായ ആളുകൾ, ഇപ്പൊ ഷെയ്ല ജഫ്രീസിനെ പോലെയുള്ള അതേപോലെ തന്നെ ഒരുപാട് ഫെമിനിസ്റ്റ് ചിന്തകരായ ആളുകൾ, അവർ മുന്നോട്ട് വെക്കുന്ന ഒരു വസ്തുനിഷ്ഠമായ വിമർശനമുണ്ട്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതെന്താന്ന് ചോദിച്ചാൽ, ഇവിടെ സ്ത്രീയുടെ ശരീരം കമ്മോഡിഫൈ ചെയ്യുന്നു, ഒബ്ജക്ടിഫൈ ചെയ്യുന്നു, എന്ന് വെച്ചാൽ സ്ത്രീയുടെ ശരീരം വസ്തുവായി മാറുന്നു. ഇത് ഞാൻ വെറുതെ പറയുന്നല്ല, ഈ വിഷയത്തിൽ ശാസ്ത്രീയമായ പഠനങ്ങളുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, ഒരു നഗ്നതയുള്ള ശരീരത്തെ ഒരു സ്ത്രീയുടെ ശരീരം കാണുമ്പോൾ പുരുഷന്റെ ബ്രെയിനിൽ ഏതു ഭാഗമാണ് ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് ശാസ്ത്രീയമായി FMRI സ്കാനിങ് വഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിലൂടെ ആ പഠനങ്ങൾ ഒന്ന് പൂർത്തിയാക്കണം. അവിടെ സ്ത്രീയുടെ നഗ്നത കാണുമ്പോൾ പുരുഷനെ സംബന്ധിച്ചിടത്തോളം പുരുഷന്റെ ശരീരത്തിൽ അല്ലെങ്കിൽ പുരുഷന്റെ തലച്ചോറിൽ പ്രത്യേകിച്ചും പോസ്റ്റ് സെൻട്രൽ ഗൈഡസ് പോലെയുള്ള ഒബ്ജക്റ്റുകളെ ഒന്ന് പൂർത്തിയാക്കട്ടെ ഒബ്ജക്റ്റുകളെ ഐഡന്റിഫൈ ചെയ്യുന്ന സെന്ററുകളാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ആ സ്ത്രീയെ, നഗ്നത കാണുന്ന സ്ത്രീയെ സമൂഹം അല്ലെങ്കിൽ പുരുഷന്മാർ പ്രത്യേകിച്ച് കാണുന്നത് ഒരു വസ്തുവായി മാത്രമാണ്. ഒരു 10-20 ബ്യൂട്ടി പേജന്റ് നടത്തുന്ന ആളാണ് ഞാൻ. 20 സൗന്ദര്യ മത്സരം. ഇദ്ദേഹം പറഞ്ഞ പോലെ ഒരു സൗന്ദര്യ മത്സരത്തിലും ഞങ്ങൾ ബിക്കിനിയോ അല്ലെങ്കിൽ ശരീരമോ അത് പറയണം. നിങ്ങൾ അത് പറഞ്ഞാണ് മാർക്കറ്റ് ചെയ്യണം. ഒന്നാമത്തെ ഇവിടെ പറഞ്ഞു ബിക്കിനി ഇട്ടുകൊണ്ടല്ല ചെയ്യുന്നത്. ബിക്കിനി പ്രശ്നമാണോ? ബിക്കിനി പ്രശ്നമാണോ? ഒരിക്കലും അല്ല എന്ന് പറഞ്ഞു. അവിടെയാണ് ഞാൻ പറഞ്ഞത്. ഏതൊരു ആർട്ട് ഫോമിലെ പോലും ഇതൊരു ആർട്ട് ഫോമാ. നിങ്ങൾ ഭരതനാട്യം എടുക്കട്ടെ, മോഹിനിയാട്ടം, ഏതൊരു ആർട്ട് ഫോമിന്റെ പോലെ ബിക്കിനി ഇട്ടുകൊണ്ടുള്ള ഒന്നും ഇവിടെ നടക്കുന്നില്ല എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താ? ഫാഷൻ ഇൻഡസ്ട്രി ബിക്കിനി ഇടുന്നതിനെതിരാണെന്നാണോ? അല്ല, അത് വെറുതെ ഉള്ളൊരു വാദം മാത്രമാണ്. അവിടെയാണ് പറഞ്ഞത് സ്ത്രീകളെ കുറിച്ച് മാത്രം എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചു. ഇവിടെ ഈ ഫാഷൻ ഇൻഡസ്ട്രി എടുത്തു നോക്കിയാൽ അവിടെ ബില്യൺ കണക്കിന് ഡോളറുകൾ ഒഴുകുന്നത് സ്ത്രീ ശരീരവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇത് ഞാൻ പറയുന്നതല്ല, അവിടെയാണ് ഞാൻ പറഞ്ഞത്. ഷെയ്ല ജഫ്രീസിനെ പോലെയുള്ള ആളുകൾ അവരുടെ പുസ്തകത്തെ പേരെന്തറിയോ? ഇൻഡസ്ട്രിയൽ വജൈന എന്നാണ്. ഇൻഡസ്ട്രിയൽ വജൈന എന്ന പുസ്തകം എഴുതിയത് റാഡിക്കൽ ഫെമിനിസ്റ്റ് റാഡിക്കൽ ഫെമിനിസ്റ്റായ എന്റെ വാദമായി പറഞ്ഞു. എന്റെ വാദമല്ല, നിങ്ങളുടെ ഈ കാഴ്ചപ്പാടാണ് അതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാല്, ഞാൻ പറയട്ടെ, സ്ത്രീയെ ഒബ്ജക്ടിഫൈ ചെയ്ത് കാണുന്നത് നിങ്ങൾ ഈ ഒരു സങ്കുചിത ഒരു എന്റെ കാര്യമല്ല. അതെ, ഞാൻ പറയട്ടെ, ഞാൻ മുംബൈ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ ലണ്ടനിൽ ജീവിച്ചൊരു വ്യക്തിയാണ്. എനിക്ക് അവിടെയെല്ലാം അനുഭവിച്ചതിനേക്കാൾ തീവ്രമായ പ്രശ്നങ്ങൾ എനിക്ക് അനുഭവിക്കേണ്ടി വന്നത് ഈ കേരളത്തിലാണ്. എനിക്ക് ദുഃഖകരമായി തന്നെ എനിക്കത് പറയേണ്ടി വരും. എന്നിട്ടും ഞാൻ പറയുകയാണ്, ഇന്ന് ഈ നമ്മുടെ കേരളത്തിൽ ഞാനും ഈ ഒരു ഫാഷൻ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് തന്നെ ഒരു മത്സരത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അവിടെ ഫുൾ സ്ലീവ് ഇടാതെ ഒരു റൗണ്ട് പോലും നടന്നിട്ടില്ല. എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആസ് എ വുമൻ, നമ്മുടെ എല്ലാ സെൻസസിലും ഏറ്റവും പവർഫുൾ വിഷനാ. സൗന്ദര്യത്തിലെടുത്ത് നമ്മൾ നോക്കും. ആൻഡ് നമ്മള് സൗന്ദര്യം എന്ന് പറയുന്നത് എക്സ്പോഷർ അല്ല, അതിന്റെ ഒരു ബ്യൂട്ടി ഉണ്ട്, ഒരു ഗ്രേസ് ഉണ്ട്. അത് ഫൈൻ ട്യൂൺ ചെയ്യുന്നതാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കൂടി ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. നഗ്നത എന്നുള്ളത് ഒരു പെർസെപ്ഷൻ അല്ലേ, ഇവരുടെ ചിന്തയിലുള്ള ഒരു മിസ്റ്റേക്ക് അല്ലേ എന്നാണ് എന്റെ ചോദ്യം. അത് വിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞല്ലോ, ഇവിടെയാണ് സെക്ഷൽ ഡൈമോർഫിസം ഇവിടെ പ്രധാനമായിട്ട് വരുന്നത്. അതായത് ആണിന്റെ വിഷനും പെണ്ണിന്റെ വിഷനും വ്യത്യസ്തമാണ്. ആണ് പെണ്ണിന്റെ നഗ്നത കാണുന്നത് വ്യത്യസ്തമായിട്ടാണ്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സയൻസിനെ നിഷേധിക്കരുത്. ആണ് സ്ത്രീയുടെ നഗ്നത കാണുമ്പോൾ അവിടെ അവനെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായ ചിന്തകൾ ഉണ്ടാകും എന്നുള്ളത് പ്യുവർ സയൻസ്.
അല്ലല്ല, അത് പ്യുവർ സയൻസ് ആണ്. പ്യുവർ സയൻസ്, ശാസ്ത്രം, പ്യുവർ സയൻസ്. അല്ല, ഞാൻ ഒറ്റ ക്ലാരിഫിക്കേഷൻ. എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം എന്താ അറിയോ, ഈ പുരുഷൻ അങ്ങനെ ഒന്നും തോന്നണ്ടെന്നാണോ താങ്കൾ പറയുന്നത്? ഇതൊരു ആർട്ട് ഫോം ആയിട്ട് എന്തുകൊണ്ട് കാണുന്നില്ല? എന്തിനാ ആ രീതിയിൽ ആ കണ്ണുകൾ കൊണ്ട് കാണുന്നത്? ബയോളജി നിഷേധിക്കരുത്. ഞാനൊരു ബയോളജി അധ്യാപകനാണ്. ബയോളജി നിഷേധിക്കരുത് ദയവേത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബയോളജി നിഷേധിക്കരുത്. ഇവരെല്ലാവരും ശാസ്ത്ര നിഷേധികളാണ്. ശാസ്ത്രത്തെ നിഷേധിക്കുകയാണ്. കാരണം ഒരു സയൻസ് ആണ് ഇത്. ഞാൻ പറയുന്ന ഒബ്ജക്റ്റീവായ സയൻസ് ആണ്. നിഷേധിക്കാൻ പറ്റുമെങ്കിൽ നിഷേധിക്കാം. എനിക്ക് ചോദിക്കാനുള്ളത് ബയോളജി സാറിനോടാണ്. ബയോളജി സാർ, സാറിന്റെ പല സ്റ്റേറ്റ്മെന്റും എനിക്ക് തോന്നുന്നു എല്ലാ പുരുഷന്മാരെയും അധിക്ഷേപിക്കുന്നതാണെന്ന്. കാരണം സാറ് പറഞ്ഞു ഒരു സ്ത്രീയുടെ നഗ്നത കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുരുഷന്മാർക്ക് തോന്നുന്നത് ലൈംഗികതയാണ് എന്നുള്ളത്. മെഡിക്കൽ ഫീൽഡിൽ ഓങ്കോളജി ഉണ്ട്, ഗൈനക്കോളജി ഉണ്ട്. അതിനകത്തൊക്കെ പുരുഷന്മാര് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവര് ഇപ്പൊ ഒരു ബ്രസ്റ്റ് ക്യാൻസർ ബാധിച്ച ഒരു സ്ത്രീയുടെ ബ്രസ്റ്റ് റിമൂവ് ചെയ്യുന്നത് ഒരു ഓങ്കോളജി ഡോക്ടർ ആണെങ്കിൽ അദ്ദേഹം എങ്ങനെയായിരിക്കും ആ ബ്രസ്റ്റിനെ കാണുന്നത്? നല്ലൊരു ചോദ്യമാണ്. ഞാൻ പറഞ്ഞോട്ടെ. നല്ല ക്ലാസിക് ചോദ്യം. ഒന്നാമത്തത്, ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതല്ല, മറിച്ച് ഒരാളുടെ വിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പുരുഷന്റെ തലച്ചോറിൽ എന്ത് സംഭവിക്കും? ഒരു സ്ത്രീയുടെ നഗ്നത കണ്ടാൽ അവന്റെ പോസ്റ്റ് സെൻട്രൽ ഗൈറസ് ആക്ടിവേറ്റ് ആകും എന്നുള്ളത് ബയോളജിയാണ്. നിഷേധിക്കാൻ പറ്റുമോ? അല്ല, ഒരു മിനിറ്റ്, ഞാൻ പൂർത്തിയാക്കട്ടെ. സിസ്റ്റർ പൂർത്തിയാക്കട്ടെ. അല്ല, എന്നോടാണ് ചോദ്യം. ഞാൻ പൂർത്തിയാക്കട്ടെ പ്ലീസ്. ഈ പറഞ്ഞ ബയോളജി നിഷേധിക്കുന്നുണ്ടോ? ഒന്നാമത്തെ ചോദ്യം അതാണ്. നിഷേധിക്കുന്നുണ്ട്, പിന്നെ ഒന്നും പറയാനില്ല. ശാസ്ത്ര വിരോധികളോടൊന്നും പറയാനില്ല. ഞാൻ പറയുന്നത് പുരുഷന് ചിന്തകൾ ഉണ്ടാവും. ചിന്തയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ സുഹൃത്തുക്കളെ ഈ പറഞ്ഞ പ്രക്രിയകളൊക്കെ നടക്കുക? ഒരു ആണിന് കണ്ടാൽ തോന്നലുകൾ ഉണ്ടാകും. അവിടെയാണ് നമ്മൾ പറയുന്നത്, അവിടെ പബ്ലിക്കിൽ ചില റെസ്ട്രിക്ഷൻസ് ആവശ്യമാണ്. രണ്ടാമത്തെ ചോദ്യം രശ്മിക്ക് ഒരു സംശയം വന്നു. എപ്പോ ഉണ്ടാവണം ആ ചിന്തകൾ? അത് നമ്മുടെ നിയന്ത്രണത്തിലല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ഒരു പെൺ സുഹൃത്ത് വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ പോകുന്ന അവളുടെ വസ്ത്രം ഇതയായി, നിങ്ങൾക്ക് ആ ചിന്തയാണോ ആദ്യം ഉണ്ടാവുന്നത്? പ്രൊഫഷണൽ ആയിട്ട് പറഞ്ഞു. പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിനോട് നമുക്ക് നമ്മുടെ ബ്രെയിനിലടക്കം ചില നോർമലൈസേഷൻ സംഭവിക്കും. അതുകൊണ്ട് പ്ലീസ്. ഓക്കെ, അവിടെ ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒരു നോർമലായ സ്ത്രീ പുരുഷ ഇന്ററാക്ഷൻ ഉള്ള ബയോളജി ഞാൻ പറഞ്ഞതിനെ നിഷേധിക്കാൻ പറ്റുമെങ്കിൽ നിഷേധിക്കാം. അതിന് ശാസ്ത്ര വിരുദ്ധരാണ്. ഞങ്ങൾ ശാസ്ത്രം എന്തായാലും എടുക്കൂല. ഞങ്ങൾക്ക് തോന്നൽ ഇതാണ്, അതേ എടുക്കുള്ളൂ എന്ന് പറയാൻ ഒന്നും പറയാനില്ല. ഇവിടെ ഗൈനക്കോളജിസ്റ്റ് ആവട്ടെ, ഒരു അപകടത്തിൽ സഹായിക്കുന്നതാകട്ടെ, അപകടത്തിൽ സഹായിക്കുമ്പോൾ അവന്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നതും അവിടെ ആക്ടിവേറ്റ് ആകുന്നതും വേറെ സെന്റൻസ് ആണ്. ബയോളജിയാണ്. പൂർത്തിയാകട്ടെ. ഇവിടെ not showcasing you like they are not showcasing their personality. ഞാനിവിടെ ഒന്നാമത് അപകടത്തിൽപ്പെട്ടാൽ ഒരാളെ സഹായിക്കുമ്പോൾ അവിടെ ആക്ടിവേറ്റ് ചെയ്യുന്ന ബ്രെയിൻ സെന്റേഴ്സ് വേറെയും നോർമലായ ഹ്യൂമൻ ഇന്ററാക്ഷനിൽ നോർമൽ അവസ്ഥയിൽ ആക്ടിവേറ്റ് ആകുന്ന സെന്റേഴ്സ് വേറെയുമാണ്. അവിടെയാണ് ഞാൻ പറയുന്നത്, നോർമൽ അവസ്ഥയിൽ ഒരു ആണിന് പെണ്ണിന്റെ നഗ്നത കണ്ടാൽ സെക്ഷൽ സ്റ്റിമുലസ് ഉണ്ടാകും. അവൻ നോർമൽ ആണാണെങ്കിൽ. ഓക്കെ, അവിടെ രശ്മി പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഞാൻ ഒരു കാര്യം പറയാണ്. നമുക്കറിയാം, ഈ പറയണ പോലെയുള്ള ഹോസ്പിറ്റൽ, നിങ്ങളിപ്പോ ഈ പറഞ്ഞ ഉദാഹരണങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ പലപ്പോഴും പല ന്യൂസിലും കണ്ടിട്ടുണ്ട്, ഡെഡ് ബോഡീനെ വരെ റേപ്പ് ചെയ്യണ ഒരു കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾ എന്താണ് പറയണത്? എന്താണ് നിങ്ങളുടെ ചിന്ത? അപ്പൊ അതിലെ ചിന്താഗതിക്കല്ല കുഴപ്പമുള്ളത്. ഡെഡ് ബോഡിയെ വരെ റേപ്പ് ചെയ്യുന്ന, ചെറിയ കുട്ടികളെ റേപ്പ് ചെയ്യുന്ന അവസ്ഥ വരെ ഉണ്ട്. അപ്പൊ നമ്മൾ പറയുന്നത് ഈ വസ്ത്രധാരണം എന്ന് പറയുന്ന ഏക കാരണമാണ് റേപ്പിന് എന്നല്ല. ഇവിടെ ഈ സയൻസിൽ ഒരു തിയറി ഉണ്ട്, അതായത് ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറി എന്ന് പറയും. ഒരു അഗ്രഷൻ ഉണ്ടാവണമെങ്കിൽ അതിന് ഫ്രസ്ട്രേഷൻ വേണം. ഓക്കെ, ഇത് സയൻസിലുള്ള എല്ലാവരും അംഗീകരിക്കുന്ന തിയറിയാണ് കേട്ടോ. അതായത് ഒരാൾ വയലന്റ് ആവണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഫ്രസ്ട്രേഷൻ ഉണ്ടാവണം. അവിടെ ഒരാൾക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാവുകയും അത് അയാളോട് തന്നെ തീർക്കാൻ പറ്റപ്പോ SKN എന്നെ ചീത്ത പറഞ്ഞു, എനിക്ക് SKN തിരിച്ചടിക്കാനുള്ള ഒരു അവസ്ഥയില്ല. ഞാൻ അതെന്ത് ചെയ്യും? അത് ഡിസ്പ്ലേസ്ഡ് ആയി അഗ്രഷൻ തീർക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് സയൻസ് അവിടെ ഇരിക്കൂ. സയൻസിൽ ഉള്ള ഒരു കാര്യമാണ്. ഇതാണ് ഡെഡ് ബോഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ചെറിയ കുട്ടികളോട് ചേട്ടന് പെങ്ങളുണ്ട്, ഞാൻ എല്ലാവരും പറയണട്ടാ, പെങ്ങൾക്ക് മക്കളുണ്ട്, ഡിഗ്രിക്ക് അല്ലെങ്കിൽ +2 അങ്ങനെയൊക്കെ പഠിക്കുന്ന പിള്ളേര്. അവര് വീട്ടിൽ വന്നിട്ട് ഡ്രസ്സുകൾ കണ്ട ചേട്ടൻ എന്താവും?
ഇതിന് മറുപടി അത് ചോദ്യം ചോദിക്കണം. ചോദ്യം, അതായത് ബന്ധുക്കൾ അല്ലെങ്കിൽ രക്തബന്ധുക്കളോട് എന്തുകൊണ്ട് തോന്നുന്നില്ല എന്നുള്ളതിനും സയൻസിൽ ഉത്തരമുണ്ട്. സയൻസിൽ കൃത്യമായി ജനിതകമായി ഒരു മനുഷ്യന് സ്വന്തം രക്തബന്ധത്തിലുള്ളവരോട് സെക്ഷൽ തോട്ട്സ് ഉണ്ടാവില്ല എന്നുള്ളത് റേപ്പ് നടക്കുന്നില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. അവിടെയാണ് ഞാനൊരു കാര്യം അവിടെ സംസാരിക്കുമ്പോഴാകുമ്പോൾ ആരും മിണ്ടത്തില്ല കേട്ടോ. സംസാരിച്ചു. സാറ് നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ, ഇപ്പോ ഫാഷൻ ഷോയില് എക്സ്പോസ് ചെയ്ത് നടക്കുമ്പോഴേക്കും നിങ്ങൾക്ക് തോന്നുന്ന ബ്രെയിൻ സെൽ എക്സെട്രാ എക്സെട്രാ എക്സെട്രാ. സോ സയൻസ് ആണെന്നാ പറഞ്ഞു. of course. And what I'm asking is, ഞാനും ഒരു മോഡലാണ്, ഞാനും ഫാഷൻ ഷോ ചെയ്തിട്ടുണ്ട്. സോ എന്റെ കൂടെ നിൽക്കുന്ന കോ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാര് they also dress explosive. I mean men. എനിക്കൊന്നും തോന്നുന്നില്ലല്ലോ സാർ, ഇതിൽ കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. നല്ല ചോദ്യമാണ്. നല്ല ചോദ്യമാണ്. നല്ല ചോദ്യമാണ്. നല്ല ചോദ്യമാണ്. നന്നായി കൈയടിച്ചു. പെണ്ണിന് എന്തുകൊണ്ട് തിരിച്ചു ചോദിക്കുന്നില്ല? ഡേവിഡ് എം ബസിന്റെ ഒരു പുസ്തകമുണ്ട്, ബാഡ് മെൻ എന്ന് പറഞ്ഞുകൊണ്ട്. അത് റെഫർ ചെയ്യാൻ വേണ്ടി പറയാണ്, കൂടുതൽ സമയം തരാത്തതുകൊണ്ട്. ഇവിടെ ഒന്നും അത് മനസ്സിലാക്കേണ്ടത്, പെണ്ണിന് വിഷ്വൽ സ്റ്റിമുലൈ അല്ല പ്രൈമറി സ്റ്റിമുലൈ എന്ന് പറയുന്നത്. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം സെക്ഷൽ തോട്ട്സ് വരണമെന്നുണ്ടെങ്കിൽ കെയറിംഗ് പോലെയുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോയതിനു ശേഷം മാത്രമേ പറ്റുള്ളൂ. അത് നമ്മൾ അണ്ടർ പെർസെപ്ഷൻ ബയാസ് എന്ന് പറയും. പെണ്ണിന് പെട്ടെന്ന് ആണിനോട് സെക്ഷൽ തോട്ട്സ് വരൂല, പക്ഷെ ആണിന് വിഷൻ വഴി എന്ത് വരും? സെക്ഷൽ തോട്ട്സ് വരും. ഇത് ബയോളജിയാണ്. ഇത് ബയോളജിയാണ്. അതുകൊണ്ട് എനിക്ക് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന പുരുഷന്മാരെ കാണുമ്പോൾ തോന്നുന്നില്ല, തിരിച്ച് അവർക്ക് എങ്ങനെ തോന്നുന്നു എന്ന് ചോദിച്ചാൽ ചോദ്യം ഉണ്ടല്ലോ, വളരെ കറക്റ്റ് ആണ്, ജെന്യൂൻ ആണ് പറഞ്ഞത്. പെണ്ണിന് വിഷൻ വഴി അങ്ങനെ തോന്നില്ല, അത് ബയോളജിയാണ്. ആണിന് വിഷൻ വഴി തോന്നും, അതും ബയോളജിയാണ്. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു, നേരത്തെ പറഞ്ഞല്ലോ കൺട്രോളിന്റെ കാര്യം പറഞ്ഞു. തീർച്ചയായും കൺട്രോൾ ചെയ്യാനാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്, യാതൊരു സംശയമില്ല. ഒരു സ്ത്രീ ഏത് രൂപത്തിൽ നഗ്നമായി നടന്നാൽ പോലും നോക്കാൻ പോലും, അനാവശ്യമായി നോക്കാൻ പോലുള്ള അവകാശമില്ല, കൃത്യമാണ്. പക്ഷേ ഒരു സൊസൈറ്റി ഒരിക്കലും ഉട്ടോപ്പിയൽ സൊസൈറ്റി ആയിരിക്കില്ല. ഇവിടെ ഗോവിന്ദച്ചാപ്പിമാരുണ്ട്, ഇവിടെ പലതരത്തിലുള്ള തോട്ട്സ് ഉള്ള പുരുഷന്മാരുണ്ട്. അവരുടെ മുമ്പിലേക്ക് സ്ത്രീ ശരീരം തുറന്നു വെക്കുമ്പോൾ അതിൻ്റെതായ കോൺസിക്വൻസ് ഉണ്ട്, ബയോളജിക്കലി അത് ഉണ്ട്. തീർച്ചയായും അത് നിയന്ത്രിക്കാൻ പറയണം. ഇയാൾ കുറച്ച് നേരമായിട്ട് ഒരു സെക്കൻഡ് ബയോളജി പ്രസവിക്കാൻ പോലും പറ്റില്ലല്ലോ. അല്ല, നമ്മളെല്ലാരും ബയോളജിക്കൽ ബീയിങ്സ് ആണ്. എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ അങ്ങനെ ആയിപ്പോയി. ബയോളജി സാറിനോട് ഒരു കാര്യം, നമ്മളിപ്പോ എല്ലാവരോടുമായിട്ടാണ് 2026 നമ്മളിപ്പോ ഇരിക്കണത്. നമ്മളൊരു സൊസൈറ്റി എപ്പോഴാണ് പുരോഗമനം ഉണ്ടാവുന്നത്? എല്ലായ്പ്പോഴും സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുമ്പോഴും അവളുടെ ചിന്താഗതികളെ സപ്പോർട്ട് ചെയ്യുമ്പോഴും അവളുടെ കഴിവുകളെ സപ്പോർട്ട് ചെയ്യുമ്പോഴും മാത്രമാണ് ഒരു സൊസൈറ്റി എപ്പോഴും പുരോഗമിക്കുള്ളൂ. ആ സ്ത്രീക്ക് വേണ്ടുന്ന, അല്ലെങ്കിൽ സ്ത്രീയുടെ കഴിവ് തെളിയിക്കാനുള്ള ഒരു വേദി എന്ന് പറയുന്നത് നിങ്ങൾ പറയണ ഒരു നഗ്നതാ പ്രദർശനം മാത്രമല്ല. ഒരിക്കലും ഒരു കേരളത്തിന്റെ കൾച്ചർ വിട്ടിട്ട് ഇന്നേ വരെ ഒരു നഗ്നതാ പ്രദർശനമായിട്ടൊരു ഫാഷൻ അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി പേജന്റ് നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത് കാണിക്കാം. ഞാനൊരു ബയോളജി സാറിനോട് ഒരു ആൻസർ പറഞ്ഞു. ബയോളജി സാർ ഫുള്ള് പറയണു ബയോളജിയിൽ ഇങ്ങനെയാ, ബയോളജിയിൽ ഇങ്ങനെയാ. നമ്മൾ ഹ്യൂമൻ ബീങ്സിനെ ഫ്രീ വീലിംഗ് ഇന്റലിജൻസ് എന്നാ പറയണം. നമ്മൾ ആനിമൽസ് അല്ല. സെക്സ് തോന്നുമ്പോ അപ്പൊ തന്നെ കാണുമ്പോ പോയി ചെയ്യാന് ബയോളജി അല്ലാതെ സാറ് കുറച്ച് സൈക്കോളജിയും കുറച്ച് ബ്രെയിനും ഒക്കെ കൺട്രോൾ. എല്ലാം ബയോളജി അല്ല, സൈക്കോളജി കൂടി ഉണ്ട്. അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ APA ഒരു ടാസ്ക് ഫോഴ്സിനെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. എന്തിന്റെ പേരിലെന്നറിയോ? ഈ ഇത്തരത്തിലുള്ള ഫാഷൻ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികൾ സെക്ഷലൈസ് ചെയ്യുന്നു എന്നുള്ള പേരിൽ മാത്രം. എന്നിട്ട് അവർ കണ്ടെത്തിയെന്ന് ചോദിച്ചാൽ കുട്ടികളെ സെക്ഷലൈസ് ചെയ്യുന്നു എന്ന് മാത്രമല്ല, അവർക്ക് ബോഡി ഇമേജ് ഡിസാറ്റിസ്ഫാക്ഷൻ വരുന്നു. എന്തിന്റെ പേരിൽ? സൊസൈറ്റിയിൽ ഈ ഫാഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇത്തരം ചിന്തകൾ വ്യാപകമായതിന്റെ പേരിൽ ഞാൻ ആ ഒരു കാര്യത്തിലേക്ക് ഫിറ്റ് ഇൻ ആവുന്നില്ലല്ലോ എന്നതിൻ്റെമായി ബന്ധപ്പെട്ടുകൊണ്ട് സെൽഫ് എസ്റ്റീമും അതേപോലെ തന്നെ ബോഡി ഇമേജ് ഡിസാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന അവസ്ഥയും യൂറോപ്പിൽ വ്യാപകമായിട്ടുണ്ട്. ഇത് ഞാൻ പറയുന്നത് സൈക്കോളജിയാണ്, ബയോളജി മാത്രമല്ല സൈക്കോളജി. പറഞ്ഞു മെഡിക്കൽ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ടല്ലോ. ഒരു വളരെ കൃത്യമായ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യം സൊസൈറ്റിന്റെ മുമ്പിലേക്ക് പോകുമ്പോൾ എല്ലാവരും ആ രൂപത്തിലല്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത് കൺട്രോൾ ചെയ്യണം. സ്ത്രീകൾ എന്തെങ്കിലും ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ആണുങ്ങൾക്ക് ചെയ്യാനുള്ള ലൈസൻസ് അല്ല. പക്ഷേ ഇത് ഉട്ടോപ്യൻ സൊസൈറ്റി അല്ല. ഇവിടെ ഗോവിന്ദച്ചാമിമാരുണ്ട്, പലതരം ചിന്താഗതിക്കാരുണ്ട്, ഞരമ്പ് രോഗികളുണ്ട്. അവർ ഉള്ള സൊസൈറ്റിയിൽ
കൃത്യമായ ഒരു പ്രൊട്ടക്ഷൻ അറ്റ്ലീസ്റ്റ് ഡ്രസ്സിങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെ അതും സൗന്ദര്യ മത്സരമായിട്ടും ബന്ധം അതാണ് പറഞ്ഞത്. അവിടെയാണ് നഗ്നത. എന്നുള്ളത് മാത്രമല്ല നമുക്ക് തലയിൽ ഒരു ഹോർമോൺ പ്രവർത്തിക്കുന്ന സമയത്ത് സെക്സ് തോന്നുന്നു പറഞ്ഞു. ആ സമയത്ത് ഇപ്പഴത്തെ ഹോർമോണിൽ പോലീസിന് ഓർമ്മ വരുന്നു സാർ പറഞ്ഞില്ല. ആ വിഷയത്തിൽ മാത്രം ഒരു ശാസ്ത്ര പഠനം നടന്നിട്ടുണ്ട്. ഒരു മിനിറ്റ് അവിടെ കൃത്യമായി പുരുഷന്മാരിൽ മാത്രം നടത്തിയ ശാസ്ത്രീയ പഠനം പറയുന്നത് വെച്ചാൽ 35% പുരുഷന്മാരും പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റുകൾ ആണെന്നാണ്. അവർക്കെല്ലാവർക്കും ഒരു കോൺസിക്വൻസ് യെസ് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. അതുകൊണ്ട് 35% ശതമാനത്തിന്റെ നമ്പർ വളരെ പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റുകളാണ് എന്ന് വെച്ചാൽ കോൺസിക്വൻസുകൾ ഇല്ലെങ്കിൽ റേപ്പ് ചെയ്യും ഞാൻ, അതെന്ന് വെച്ചാൽ ഫോഴ്സ്ഫുള്ളി ഒരു സ്ത്രീയെ ഉപദ്രവിക്കും ഞാൻ എന്ന് പറയുന്നവരാണ് സൊസൈറ്റിയിലെ 35% പുരുഷന്മാർ. ആ സൊസൈറ്റിയിലാണ് നമ്മൾ ഇറങ്ങി ജീവിക്കുന്നത്. അവിടെ ഒരു മിനിമൽ നേരത്തെ പ്രീ ഹിസ്റ്റോറിക് ഒരു എടുത്ത് നോക്കുമ്പോ പണ്ടത്തെ നമ്മുടെ ഇന്ത്യൻ കൾച്ചർ കേരള കൾച്ചറിൽ ബ്ലൗസ്ലെസ് ആയിട്ടാണ് സാരീസ് യൂസ് ചെയ്തിരുന്നത്. ഫോറിനേഴ്സ് ഇവിടെ വന്നപ്പോഴാണ് ലൈക്ക് ഒരു ബ്ലൗസ് അല്ലെങ്കിൽ അടിപ്പാവാട സാരിയിൽ അങ്ങനെ ഒരു ആഡ് ഓൺ ചെയ്തത് ആ ഫാഷൻ. ലൈക്ക് ഇപ്പൊ അവരങ്ങനെ ആഡ് ഓൺ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ആ കൾച്ചർ തുടർന്ന് വരുമ്പോ ബ്ലൗസ്ലെസ് ആയിട്ടല്ലേ സാരി എടുക്കുള്ളൂ. അപ്പൊ ഈ പറഞ്ഞ നഗ്നത പ്രദർശനം എന്നുള്ളൊരു സാധനം ലൈക്ക് എക്സ്ട്രാ ആയിട്ട് നമുക്ക് എടുത്ത് പറയേണ്ടി വരുമായിരുന്നു. ഇല്ല, നമ്മുടെ പാസ്റ്റ് എന്ന് പറയുന്നത് എല്ലാ നിലക്കും പരിപൂർണ്ണ പരിശുദ്ധല്ല. അത് തെറ്റാണ്. അതായത് ബ്ലൗസ്ലെസ് ആയിട്ടുള്ള സാരികൾ ഉടുക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. അത് തെറ്റാണ്. നമ്മൾ എല്ലാ പാശ്ചാത്യ സംസ്കാരം അതേപോലെ ഉൾക്കൊള്ളുന്നവരാണോ? അല്ല, നമ്മൾ ബുദ്ധിയുള്ള കേരളീയരാണ്. നമുക്ക് ആവശ്യമുള്ളത് കൊള്ളുക, ആവശ്യമില്ലാത്ത തള്ളുക. ബോഡി എത്ര ബ്യൂട്ടിഫുൾ ആയി ഡിസൈൻ ചെയ്യുന്നു എല്ലാരും നോക്കും. കാരണം സാറ് പറഞ്ഞ മാതിരി വിഷൻ ഇസ് അട്രാക്റ്റബിൾ, ബട്ട് ദ എസ്തെറ്റിക് തിങ്കിങ് ഹൗ യു ലുക്ക് അറ്റ് ഇറ്റ് ഇസ് ഇൻ യുവർ കൺട്രോൾ. സൗന്ദര്യമേളയെ കുറിച്ചൊരു സംവാദത്തിന് ഇറങ്ങിയപ്പോ ഇത്രയും വലിയ ആരോഗ്യ വിനാശം എനിക്കുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചല്ല. കുറച്ച് അപകടമായി പോയി. എന്നാലും കുഴപ്പമില്ല.